തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കളിച്ച് 3 വെടിക്കെട്ട് സെഞ്ചുറികളെടുത്ത്, അതും കുറഞ്ഞ ബോളിൽ സെഞ്ചുറികളെടുത്ത്, താനൊരു ഇമ്പാക്റ്റ് പ്ലെയർ ആണെന്ന് പറഞ്ഞിട്ട് കരുത്തു തെളിയിച്ചിട്ട് തൻ്റെ ഓപ്പണിംഗ് പൊസിഷൻ മറ്റാർക്കു വേണ്ടി മാറിക്കൊടുക്കുന്ന ഒരവസ്ഥയെ, അതും സഞ്ജു സാംസണെക്കാട്ടിയും സ്ട്രൈക്ക് റേറ്റ് കുറഞ്ഞൊരു കളിക്കാരന് വേണ്ടിയാണെന്ന് ഓർക്കണേ. ഏഷ്യ കപ്പ് ടീം പ്രഖ്യാപിച്ച സമയത്ത് ചീഫ് സെലക്ടർ അഗാർക്കർ പറഞ്ഞ ഒരു കാര്യമാണ് അതിനേക്കാളും തമാശ. മറ്റുള്ള പ്ലെയേഴ്സ്, പ്രശസ്ത പ്ലെയേഴ്സ് അവൈലബിൾ ഇല്ലാത്തതുകൊണ്ടാണ്, ആ ഒരു ഔദാര്യത്തിലാണ് സഞ്ജു സാംസൺ കളിച്ചതെന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു ഔദാര്യത്തിലാണ് സഞ്ജു സാംസൺ 3 സെഞ്ചുറികൾ എടുത്തത്. ഈ ഏഷ്യ കപ്പിന് മുമ്പ് KCAയിൽ എന്തുമാത്രം നല്ല മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടാണ് സഞ്ജു സാംസൺ എന്തൊരു പ്രിപ്പറേഷനിലാണ് വന്നത്. എന്നിട്ട് എന്താ, ഇന്ത്യൻ ടീമിൽ തൻ്റെ പൊസിഷൻ പോലും എവിടെ കളിക്കേണ്ടതെന്നാണ് ഒരു കൺഫർമേഷൻ ഇല്ല. ഇന്നലെ ബംഗ്ലാദേശുമായിട്ടുള്ള മാച്ചിൽ 1 ഡൗണും ഇല്ല, 3rd ഇല്ല, 4th ഇല്ല, ഫിനിഷർ റോളും ഇല്ല. പിന്നെ എപ്പോഴാണ് ഇറങ്ങിയ? ബാറ്റിങ്ങിന് ഇറങ്ങിയില്ലല്ലോ. എന്താ അല്ലേ? അല്ല, ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുക, ഇത്രമാത്രം തഴയപ്പെടാനും ഇത്രമാത്രം അവഗണന നേരിടാനും ഒക്കെ അതിനെല്ലാം അർഹനാണോ സഞ്ജു സാംസൺ?